ഹലോ ഗൈസ്, അക്കിണി പെറീസ. ഇത്രയും ദിവസം അക്കിണി പെറീസ കണ്ടില്ല. 2 ദിവസം ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നീട് പോയിരുന്നാണ് നോക്കിയത്. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരു സാറ്റർഡേ എപ്പിസോഡിനകത്താണെങ്കിൽ സീസൺ 5 കുറേ വാഴകളും കൂടെ വന്നു. മൊത്തം വാഴമയം അതിനകത്ത്. അതിനേക്കാളും നല്ലത് വാഴ 2 കണ്ട് ചിരിക്കുന്നതാണ്. വാഴ 2 നല്ല സിനിമയാണ് കേട്ടോ. അത് ഞാൻ ഇന്നലെ മെനക്കെട്ടിരുന്ന് കണ്ടുകൊണ്ട് അതിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞത്. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിക്ഷൻ ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്താണ് ഇരുന്നത്. കാരണം ഓൾറെഡി 40 പേരിൽ നിന്ന് 12 പേരായി ചുരുങ്ങിയിരിക്കുന്നു. നിരാശയോടുകൂടി വൈരാഗ്യത്തോടുകൂടി പലരും പോകുന്നത് കണ്ടു. വളരെ വിഷമത്തോടു കൂടി എല്ലാവരും പോകുന്നത് കണ്ടു. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാമിലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 40 പേരും ഇനി പറയും ഞങ്ങൾ ബിക്കോസിൽ പോയി എന്ന് പറയും. സിമ്പിൾ. അപ്പോൾ ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഒരാളെ ഇന്നും ഒരാളെ ഔട്ടും ആക്കണം. അങ്ങനെയല്ല പറയണം. ഒരു തരം 2 ഇമോജി കൊടുക്കും. ഒരെണ്ണം ഛർദ്ദിക്കുന്ന ഇമോജിയും ഒരെണ്ണം സ്മൈലി സ്വീറ്റ് ആയിട്ടുള്ള ലവ് കൊടുക്കുന്ന ഇമോജിയും. അപ്പോൾ ഈ 2 ഇമോജി ഒരു പേഴ്സണ് കൊടുക്കണമെന്നുള്ള ടാസ്ക് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള എപ്പിസോഡ്സ് റിവ്യൂ ചെയ്യുന്നവർ കാണേണ്ട എപ്പിസോഡ്സ് ആണ്. കാരണം മുൻപൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അതിനകത്തുള്ള ആൾക്കാരെ ഏകദേശം പരിചയമാകും. ഞാൻ അങ്ങനെ ആരെയും നേരത്തെ പഠിച്ചു വെക്കാറില്ല. അതുപോലെ പ്രഡിക്ഷൻ ലിസ്റ്റൊന്നും ഞാൻ പോയി നോക്കാറില്ല. മിക്കവാറും പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഞാൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് കാണാൻ പോകുന്നു തോന്നാറില്ല, നുണയായിട്ടേ തോന്നുള്ളൂ. ബിക്കോസ് ഞാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാതെ നമ്മൾ ഡയറക്റ്റ് ബിഗ് ബോസിൻ്റെ ആദ്യത്തെ ആഴ്ച കാണുന്നു. ആദ്യത്തെ ആഴ്ച ഞാൻ സ്കിപ്പ് ചെയ്യാണ് പതിവ്. അതൊന്ന് കണ്ട് മനസ്സിലാക്കും. ദെൻ അതിനുശേഷമാണ് ഞാൻ റിവ്യൂ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇത് എന്തായാലും മസ്റ്റായിട്ട് ഒരു 3 പേരെങ്കിലും ഈ ഒരു കോമണൈസ് എന്ന് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ അവരെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കലി ഈ വന്ന 40 പേരിൽ 40ഉം ഫേക്കാണ്. അത് 1-2 പേര് മാത്രം ജെന്യുവിനായിട്ട് ഫീൽ ചെയ്തിരുന്നു. ബട്ട് പൂജ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൺഡേ എപ്പിസോഡിൽ പൂജയും റിവീലായി, കൊക്കളമായി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഇമോജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ, അതിനകത്ത് ആദ്യമായിട്ട് പൂജയുടെ അടുത്താണ് ചോദിക്കുന്നത് എന്നാണ് ഓർമ്മ. കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. 1 മണിക്കൂർ പ്രോഗ്രാമാണ് ഗൈസ്. ഇത് മുഴുവൻ ഓർത്ത് വെക്കാൻ തന്നെ വേണം. പേനയും പേപ്പറും വെച്ചോണ്ട് വേണം ഇരിക്കാൻ. അതൊക്കെ ഇരിക്കാം, നമുക്ക് സമയമുണ്ടല്ലോ, ഇനി സമയമുണ്ടല്ലോ, ശരിയാകും. ക്ഷമ വേണം. പൂജ വരുന്ന 12 പേരായിട്ട് ചുരുങ്ങിയിൽ ഇനി ഈ 12 പേരിൽ അവർ ചൂസ് ചെയ്തിട്ട് 2-4-5 പേരെ എവിക്റ്റ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. ആക്ച്വലി എവിഷൻ ഇല്ല കേട്ടോ, അതാണ് സത്യം. ഈ ദിവസം എവിഷൻ ഇല്ല. അതിനിപ്പോൾ രഞ്ജിനിക്ക് എന്ത് തോന്നിയാ, എവിടെയെങ്കിലും ഉറുമ്പ് കടിച്ചുകൊണ്ട് എവിഷൻ നിർത്തി വെച്ചാണോന്ന് എനിക്കറിയത്തില്ല. ലോക കൂറ കോമഡി ഈഗോ കുരങ്ങിയാണത്. അതിനെ കാണുക എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ ദേഷ്യം കൊണ്ടാണ് സത്യം പറഞ്ഞ ഞാനിത് സ്കിപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ബിഗ് ബോസ് ഞാൻ റിവ്യൂ ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ല സാധനം ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് രഞ്ജിനി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതി. ഞാൻ നോക്കൂല, ഞാൻ റിവ്യൂ ചെയ്യാൻ വരൂല. പില്ല് അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് ആ സാധനത്തിന്. അപ്പോൾ ഇന്നത്തെ പൂജയുടെ കാര്യം. പൂജ ആദ്യം പൂജ പറയണത് ഷാമിനെയാണെന്ന് തോന്നുന്നത്. ഷാമിനെ മോശം പറയും പൂജ. അതിനുശേഷം പിന്നെ ആരാ, ഷിബിനെ നല്ലതെന്ന് പറയും. ഷിബിന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ബ്രൗൺ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടല്ലോ, റേസിസത്തിനെ പ്രൊമോട്ട് ചെയ്ത ഒരു റിയാസ് സലീമിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കറുപ്പാണെന്നുള്ള രീതിയിൽ ആ കുട്ടിയെ ബ്രൗൺ ഗേൾ എന്നൊക്കെ വിളിച്ചെന്നല്ലോ. ആ കുട്ടിയുടെ ആര്യോ ഷിബിന എന്ന് പറയുന്നത്. എൻ്റെ പേര് ഷിബിന എന്ന് തന്നെയാണ്. അപ്പോൾ ഷിബിനെ കൊള്ളാം, ശ്യാമ് കൊള്ളൂലാന്ന് പൂജ ചേച്ചി പറഞ്ഞതാ. അപ്പോൾ ശ്യാം അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ കാമായിട്ട്. അവിടെയാണ് ശ്യാം എന്ന് പറയുന്നതിൻ്റെ കള്ളത്തരം എനിക്ക് പൊളിഞ്ഞത്. കാരണം ഒരാൾ നമ്മളെ ക്രിറ്റിസിസം ചെയ്യുമ്പം ഫേസിലെങ്കിലും ആ എക്സ്പ്രഷൻ വരട്ടെ. അവനത് കൺട്രോൾ ചെയ്തിട്ട് തിരിച്ച് അവൻ്റെ ചാൻസാണ് അടുത്ത്. പൂജ കാര്യങ്ങൾ പറയുന്നുണ്ട്, ശ്യാം അങ്ങനെയാണ്, ശ്യാം ഇങ്ങനെയാണ്, ശ്യാം ഫ്ലോപ്പാണ്, ശ്യാം അതാണ്, ഷിബിന ഗുഡാണ്, 2 ഗുഡാണ്, സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് ഇതേ ടാസ്ക് കൊടുക്കുന്നത് ശ്യാമിൻ്റെ അടുത്താണ്. ശ്യാം പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം പൂജയാണെന്ന്. തോലഞ്ഞ് അതുവരെ ഒരു സ്റ്റാൻഡിൽ നിന്ന പൂജ ശ്യാം അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഒരു ടാസ്കിന് ബേസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ബട്ടൺ അവൾക്ക് കൊടുത്തപ്പോൾ മെൽറ്റായി, പൊളിഞ്ഞ്. അത് കറക്റ്റായിട്ട് അഖിൽമാരാർ പറയുന്നുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. കാരണം അഖിൽ അത് പറയും. ഏതൊരു പെണ്ണിനെയും ഏത് രീതിയിൽ മോശവും പറഞ്ഞ ശേഷം അവസാനം അവളെ ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ പഴയത് മറക്കുന്നതാണ് പെണ്ണെന്ന് അവൻ ധരിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം അവൻ കണ്ട പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ അല്ലാത്ത പെണ്ണുങ്ങൾ അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ബട്ട് പൂജ അങ്ങനെ ഒരു പെണ്ണാണ്. അവൾ നിന്നപ്പോൾ ശ്യാമ് സോപ്പിട്ട് പറഞ്ഞ ഉടനെ പിന്നെ ശ്യാമ് സൂപ്പറെന്നായി. ശ്യാമ് നല്ലത് പറഞ്ഞല്ലോ, സൂപ്പറെന്നായി. ഈ ഒരു പോയിന്റിൽ ജഡ്ജസ് അവളെ പിടിച്ചിട്ടുണ്ട്. നമ്മളും അതിൻ്റെ കൂടെ അവളെ പിടിച്ചു. പൂജ പൊളിഞ്ഞ് പാളീസായി. ഓക്കെ. പിന്നെ ശ്യാം വേണ്ടാന്ന് വയ്ക്കുന്നത് എൽദോയാണ്. എൽദോ എനിക്ക് തോന്നുന്നു അയാളൊരു
കോട്ടയംകാരനാണെന്ന് തോന്നുന്നു, അച്ചടി ഭാഷയിലും കണ്ട സംസാരിക്കുന്ന ഒരു ഇതാണ്. അതാണ് ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റ് ചെയ്തായിരുന്നു, അയാൾ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത്. അതാണ് അയാളുടെ റിയൽ മുഖം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് റിയാലിറ്റി ഉള്ളവരെയാണ്. റിയാലിറ്റി ഉള്ളവർ ആദ്യത്തെ വീക്കിൽ തന്നെ അകത്ത് പുറത്തു പോകും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ എറണാകുളത്തുള്ള ഒരു സിനി ആർട്ടിസ്റ്റ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അവരെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഡൗൺ ടു എർത്ത് ക്യാരക്ടർ ആണ് എന്നുള്ളതാണ്. ഇവർ ഈ കാണിക്കുന്ന ഫേക്ക് തരങ്ങൾ, ബഹളം, അടി, ചണ്ട, വഴക്ക്, ഇതൊന്നും അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അവരെ പാരം നോക്കി ചോറും കറിയൊക്കെ വെച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തെസ്നി ഖാൻ എന്ന് പറയും, അറിയുമോ എന്നറിയില്ല. അപ്പോൾ തെസ്നി ഖാൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ തെസ്നി ഖാൻ ഔട്ട് ആകുന്നുണ്ട്. യഥാർത്ഥ മുഖം പുറത്ത് കാണിക്കുന്നവർ ഫസ്റ്റ് വീക്ക് പുറത്താകും. അതിനകത്ത് കള്ളത്തരങ്ങളും അഭിനയശേഷിയും കൊടൂരമായ മനസ്സുള്ളവർക്ക് മാത്രമാണ് എൻഡ് വരെ നിൽക്കാൻ പറ്റുക. ക്രൂക്കഡ് ആയവർക്ക് മാത്രമാണ് അതിനകത്ത് എൻഡ് വരെ നിൽക്കാൻ പറ്റുക. ജെന്യുവനായി ഒരാൾ പോലും ബിഗ് ബോസ് വിൻ ചെയ്തതായിട്ട് ചരിത്രമില്ല. അതാണ് സത്യം. നമ്മളിപ്പോൾ ഇത്രയും ദിവസത്തെ റിവ്യൂവിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അതാണ് സത്യം. ഓക്കെ. പിന്നെ എൽദോയുടെ അടുത്ത് നോർമലായിട്ട് സംസാരിക്കാനായിട്ട് രഞ്ജിനി പറയുന്നുണ്ട്. അപ്പം എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രഞ്ജിനിയെ പോലുള്ള മലയാളത്തിനെ വക്രീകരിക്കുന്ന, മലയാളത്തിനെ അധിക്ഷേപിക്കുന്ന ഒരു പെണ്ണ് ഇനി വരാനില്ല. ഇപ്പം എൽദോയുടെ അടുത്ത് സംസാരിക്കാൻ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, അയാളുടെ സംസാര രീതിയാണ് ഇഷ്ടപ്പെടാത്തതെന്നാണ് പൂജ പറയുന്നത്, ശ്യാം പറയുന്നത്. ശ്യാം ഉൾപ്പെടെ എൽദോയെ വേണ്ട എന്ന് പറഞ്ഞാൽ, എൽദോ മോശമെന്ന് പറഞ്ഞവർക്കൊക്കെ പറയാനുള്ളത് അയാൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ലാംഗ്വേജ് ആണ്. അതൊരു കഴിവാണ്. ഇപ്പം നമ്മളവിടെയാണ് എന്തരി പിള്ളേരെ ചോറുകളൊക്കെ തിന്ന വെള്ളങ്ങളൊക്കെ കുടിച്ചാൽ അതാണ് തിരുവനന്തപുരം ഭാഷ. അതുപോലെ എന്തുവാ എന്നാണ് കൊല്ലം ഭാഷ. അത് എന്നതാ എന്നാണ്, എന്നടാവുക എന്നുള്ളതാണ് കോട്ടയം ഭാഷ. തൃശ്ശൂരാണെങ്കിൽ എന്തോന്ന് പറയൂല്ല, എന്തോ ഒരെണ്ണം പറയും, തൃശ്ശൂരാരുടെ ഒരു ഭാഷ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജില്ല തോറും ഓരോരോ ലാംഗ്വേജ് ഉണ്ട്. പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് അക്ഷരനഗരി എന്നുള്ള കോട്ടയംകാർക്ക് തന്നെയാണ്. കോട്ടയംകാരുടെ ഭാഷ ഈ എന്നടാ ഉവ്വേ എന്നുള്ള ആ ഒരു ടോൺ മാറ്റി വെച്ചാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ അവരാണ് മലയാളം കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അതിനുശേഷം പിന്നെ നമ്മൾ തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രാമപ്രദേശത്തേക്ക് വരരുത്, അവിടെ പിന്നെ എന്തരപ്പി ഈ ചോറകൾ തിന്നൊക്കെ തന്നെ ചോദിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരും. അപ്പോൾ എൽദോയെ അതിലാണ് പിടിക്കുന്നത്. തോറ്റ MLA ആണെന്ന് പറയുന്നു എൽദോ. അതും അഖിൽ മാരാർക്കിട്ട് ഒരു കുട്ടു കൊടുക്കുന്നുണ്ട്. അഖിൽ മാരാർക്ക് എൽദോയെ സംസാരിച്ച് തോപ്പിക്കാൻ ആകത്തില്ല. അസാധ്യ പാഠവുമാണ് സംസാരത്തിൽ എൽദോയ്ക്ക്. അപ്പം എൽദോ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. അയാളെ തോപ്പിക്കാനായിട്ട് നിൽക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഫേക്ക് അല്ല അയാളുടെ ഒരു ഫേക്ക്നെസ്സും ഇവർ എത്ര തലങ്ങും വിലങ്ങും ശ്രമിച്ചിട്ടും റിവീലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വാസ്തവം. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഷാർപ്പ് ക്വസ്റ്റ്യൻസിന് പതറാതെ നിന്ന് മറുപടി പറഞ്ഞത് എൽദോ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ എൽദോയുടെ ടാക്കിംഗ് സ്റ്റൈലിൽ എൽദോ റിയാസ് എന്ന് പറഞ്ഞപ്പം രഞ്ജിനിക്ക് അതങ്ങോട്ട് ശരിയായിട്ടില്ല. രഞ്ജിനി എടുത്താക്കില്ല റിയാസ്, വാട്ട് ദ ഹെൽ ഈസ് ദാറ്റ്? എടി തക്കാളി മോളെ, എന്ന് പറയുന്നത് ഏറ്റവും റെസ്പെക്റ്റോട് കൂടി പറയുന്ന ഒരു സാധനമാണ്. പത്മനാഭൻ. എന്തുകൊണ്ട് ചേർക്കുന്നു എന്നറിയത്തില്ലേ? എന്തുകൊണ്ടാണ് ആ അതൊരു റെസ്പെക്റ്റിന് കൊടുക്കുന്നതിന്? നിന്റെ വിചാരം ഇവിടെ കുറെ പടക്കങ്ങളുണ്ട്, ശ്രീലക്ഷ്മി അടയ്ക്കൽ, ശ്രീലക്ഷ്മി എന്നുള്ളതൊക്കെ അങ്ങനെ പടക്കങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ആ പിതാവിനോ മാതാവിനോ അറിയില്ല ഭാവിയിൽ ഇതൊക്കെ പടക്കങ്ങളാകുമെന്നുള്ളത്. അറിയെങ്കിൽ അവർ ആ അതിനകത്ത് കുത്തിക്കറ്റത്തില്ല. നോട്ട് ദ പോയിന്റ്. അപ്പോൾ കൊടുക്കുന്നത് ഒരു റെസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്നത് പോലും അറിയാത്ത ഒരു ഇംഗ്ലീഷുകാരി. കൊച്ചിയിലെ കായലിൽ ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാം പറഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും മിണ്ടാതില്ല, ഞാൻ നോർമലായിട്ട് പറയാം. അപ്പം നോർമലായിട്ട് സംസാരിക്കാനായിട്ട് രഞ്ജിനി പറയുമ്പോൾ അടിച്ചണ്ണാക്കി കൊടുക്കുക എന്നൊരു ലാംഗ്വേജ് ഇല്ലേ, അത് അവിടെ പ്രാവർത്തികമാക്കുകയാണ് എൽദോ. അതുകൊണ്ട് തന്നെ രഞ്ജിനിക്ക് ചുട്ട മറുപടി കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ എൽദോ ഫാനായി മാറിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ എൽദോ ഫാനാണ് ഇന്നു മുതൽ. ഓക്കെ, ഇനി അടുത്ത് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഷോയല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് സോനയുടെ കാര്യം. സോന അത് എൽദോയെ റിജക്റ്റ് ചെയ്യുന്നു. സോനയും ഈ എൽദോയും തമ്മിൽ നല്ലൊരു ക്ലാഷ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ക്ലാഷിലൂടെയാണ് സോനയുടെ യഥാർത്ഥ മുഖം റിവീലാകുന്നത്. സോനയെ ചേച്ചി എന്ന് വിളിക്കാൻ പാടില്ല, വയസ്സിന് മൂത്തൊരു ചേച്ചി എന്ന് വിളിച്ചാൽ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഈ ചേച്ചി വിളിയും രഞ്ജിനിയും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകുന്നു. രഞ്ജിനി ചേച്ചി താങ്ക് യു എന്ന് അവൾ പറയുമ്പം തിരിച്ചവൾ ചേച്ചി എന്ന് വിളിച്ച് കളിയാക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഏജിൻ്റെ ഒരു ഈഗോ സോനയിൽ കയറി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി നമ്മൾ ഇത്രയും പ്രായം ഉണ്ടെങ്കിലും നമ്മളിപ്പം ആൻറ്റി എന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ ഒരു ചെറിയൊരു വൈക്ലബ്യം തോന്നും എന്ന്.
അതെന്താണെന്ന് അറിയത്തില്ല. അമ്മായി ആൻറ്റി വിളിക്ക് ഇപ്പോഴും ഒരു വെറുപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. മുമ്പൊക്കെ അത് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ആങ്ങളയുടെ മോൾ അമ്മായിയെ എന്ന് വിളിക്കുന്ന കേൾക്കാൻ തന്നെ ഒരു ഇമ്പ. പക്ഷേ ഇപ്പോഴത് കേൾക്കുമ്പോഴത്തേക്കും എന്തു അടിയനെ ആക്കുവാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ അതുപോലെ ചേച്ചി വിളിക്കുക, ആ കുട്ടിക്ക് എന്തോ ട്രിഗർ കിട്ടിയിട്ടുണ്ട്. ചേച്ചി എന്ന് വിളിക്കുന്ന ഇഷ്ടമില്ലെന്ന് പറയുന്നു. ഇതേ സാധനം തന്നെ അവിടെ ഒരു മേത്തച്ചിക്കുട്ടിയുണ്ട്, ഉമ്മച്ചിക്കുട്ടി. അതിൻ്റെ കൂടെയും സോന ഇങ്ങനെ ഒരു ഫൈറ്റ് വയ്ക്കുന്നുണ്ട്. ആകെ മൊത്തം സോന എല്ലാവരോടും തരിയിട തന്നെ, അടി തന്നെ സോന. അപ്പോൾ ഇവർക്ക് അത് മാത്രമല്ല, ഈ 12 പേരെ പറ്റി അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ. എനിക്ക് ആകെ മൊത്തം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർക്ക് പരസ്പരം ആർക്കും ആരെയും അറിഞ്ഞൂടാ. അവരെ പറ്റി ഇവർക്കോ ഇവരെ പറ്റി അവർക്കോ ആർക്കും ആരെയും അറിയത്തില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പം എനിക്കതാണ് പിടികിട്ടിയത്. ഇപ്പം ശ്യാമിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ശ്യാമിന് ആരെയാണ് വെറുപ്പെന്ന് ചോദിക്കുമ്പോൾ ശ്യാം എൽദോയാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്യാം നല്ലൊരു പ്ലെയറാണ്. ശ്യാമിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് ശ്യാമിന് മനസ്സിലായ ആളിനെയാണ് ശ്യാം ഔട്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് എൽദോയാണ്. അങ്ങനെയാണെങ്കിൽ ശ്യാമും എൽദോയും നല്ല കണ്ടസ്റ്റൻസ് ആണ്, ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെന്താ, ഇതിൽ വേറൊരാളുണ്ടല്ലോ ഫേക്ക് രാഷ്ട്രീയക്കാരനാണെന്ന്, അതൊക്കെ ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ. പിന്നെ ടാഷിക്കും ശ്യാമിനെയാണ് ഇഷ്ടം. അതിന് കുറേ അധികം പേർക്ക് ശ്യാമിനെ ഇഷ്ടപ്പെടുന്നത് ശ്യാം അവരോടൊക്കെ നല്ല സ്വീറ്റായിട്ട് ഇടപെട്ടത് കൊണ്ടാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ്. ഇപ്പോൾ രാകേഷ് വരുന്നുണ്ട്. രാകേഷിന് ലോലിതയാണ് ഇഷ്ടം. ലോലിത ഒരു ക്യൂട്ടി ബബിയായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ സോനയും ലോലിതയും തമ്മിൽ നല്ല അടി കിടക്കും. നിങ്ങൾക്ക് ഈ ക്യാരക്ടറൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റെഗുലറായിട്ട് കാണുന്നവർക്ക് മാത്രമേ നമ്മൾ പറയണത് എന്തെന്ന് മനസ്സിലാക്കൂ. ലോലി, ബാബി, ജൂലി, ഷോന, ഷൂനു, ആ കൊച്ചിൻ്റെ പേര് ഷിബിന, ഷിജിൻ, അഭിയാണ് ഉമ്മച്ചിക്കുട്ടി. അവരും തമ്മിൽ, കൊച്ചിക്കാരും തമ്മിൽ, അതായത് ആ ഒരു കാർപ്പൻ്റർ എന്നുള്ള ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് രാകേഷ് ആണെന്ന് തോന്നുന്നു. പുള്ളിയും ആ പെങ്കൊച്ചും തമ്മിൽ എന്തോ ഒരു സ്റ്റഫിൻ്റെ കേസിൽ കടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം എന്തെന്ന് കൊച്ചിക്കാരാണ് പറയേണ്ടത്. നമ്മൾ തിരുവനന്തപുരത്തുകാരായതുകൊണ്ട് കൊച്ചിയുടെ കാര്യം വലിയ ഗ്രാഹ്യമില്ല, അത് അവർ തന്നെ പറയട്ടെ. ഷിജിൻ വരുന്നുണ്ട്. ഷിജിൻ്റെ പ്രശ്നം ഷിവറിങ് ആണ്. ഐ തിങ്ക് നെർവസ് ആണ്, ഹെവി നെർവസ് ആണ്, ഡാർക്കാണ് സീന്. ഷിബിൻ ഔട്ടാവാനാണ് ചാൻസ്. ഷിബിൻ നിൽക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഷിബിനെ ഇവർ ഔട്ടാക്കും. ഇത്തവണ അവർക്ക് വേറെ എലിമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ ഇന്നാക്കിയതാണ്. പക്ഷേ ഷിബിനെ ഔട്ടാക്കാനാണ് ചാൻസ്. ഷിജിനെ ഔട്ടാക്കാൻ. ഇനി ഷിബിന ഹേറ്റ് ചെയ്യണത് ശ്യാമിനെയാണ്. സോ ദർ ഈസ് എ പോയിന്റ്, ഷിബിനയ്ക്കും ഇന്നാകാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നു. അപ്പോൾ ഷിബിന, എൽദോ, ശ്യാം ഇവരാണ്. ഇനി ശ്യാം മോൻ വരുന്നുണ്ട്. ലോലിതയും ശ്യാം മോനും കൂടെ തമ്മിൽ ഒരു അടിയുണ്ട്. ലോലിത എന്ന് പറയുന്നത് ക്യൂട്ട്നെസ് ഓവറായിട്ട് ഇങ്ങനെ വാരി വിതറി അവിടെ നിൽക്കുന്ന ഒരാളാണ്. അത് കയ്യോടെ പൊക്കുന്നത് സോനയാണ്. സോനയും ലോലിതയും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സോന അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ക് ഫാക്ടറിലാണ് സോന അവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ എല്ലാവരും നെഗ് പറഞ്ഞിട്ടുള്ളത് സോനയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവൾ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഇതിനകത്ത് ഷിബിന, സോന, ശ്യാം, എൽദോ ഇവരിത്രയും ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. ബാക്കിയുള്ളവരൊക്കെ ലക്ക് ഫാക്ടറി അവിടെ നിൽക്കുന്നതാണ്. സോനയെ ഷിബിന പറയുന്നത് ഒരു അഹങ്കാരിയാണെന്നാണ് പറയുന്നത്. ഷിബിനയാണോ ആരോണോ എന്നറിയത്തില്ല. സോനയെ ഒരു അഹങ്കാരി എന്ന രീതിയിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. എൽദോ സേഫ് ആകാനാണ് ചാൻസ്. എൽദോയ്ക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു മാലയൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു സാധനം എന്തരാ ഒരു ഗാഡ്ജറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഗാഡ്ജറ്റിനെ പറ്റിയിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ രണ്ടൊരു പ്രഭാഷണം നടത്താൻ പറയുമ്പോൾ ഇവരുദ്ദേശിച്ചത് അവിടെയുള്ള എല്ലാവരെയും മോശം പറയാൻ ആയിട്ടാണ്, എല്ലാവരെയും ട്രിഗർ ചെയ്യാനാണ് എൽദോയ്ക്ക് അത് കൊടുത്തത്. പക്ഷേ എൽദോ ഇൻസ്റ്റഡ് മറ്റെന്തോ പറയുന്നു. അത് അവസാനം എൽദോയ്ക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മളും വിചാരിക്കണം, അയ്യോ എൽദോ ഇത് ഇത്രയും പറയാനുള്ള ഒരു ചാൻസ് അല്ലേ നിനക്ക് കിട്ടിയ പറഞ്ഞുവിടായിരുന്നു. അതായത് അവിടുത്തെ ഒരു ബേസിക് തിയറി ഉണ്ടല്ലോ, ലവ് ടാക്ടിക്സ്, ആളുകളെ തെറി പറയൽ ടാക്ടിക്സ്, മറ്റുള്ളവരെ ഹറാസ് ചെയ്യൽ ടാക്ടിക്സ്, ആൻഡ് മെൻ്റലി നമ്മളെ ഡൗൺ ആക്കൽ ടാക്ടിക്സ്, പട്ടിണിക്കിടൽ ടാക്ടിക്സ്. ഇതാണ് ബിഗ് ബോസ്. അപ്പോൾ അതിലെ ഒരു ടാക്ടിക്സാണ് എൽദോയ്ക്ക് കൊടുത്തത്. പക്ഷേ എൽദോ ആ ടാസ്ക് ഫെയിലായി. ബട്ട് സ്റ്റിൽ എല്ലാവരെയും സേഫ് ആക്കുന്നു, സെക്യൂർ ആക്കുന്നു, അകത്തേക്ക് വിടുന്നു. ഇന്നത്തെ ഒരു എപ്പിസോഡ്, അതായത് സൺഡേ എപ്പിസോഡിൽ മാവളൊന്നു പോവും, അതില്ല, അത് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. മറ്റേതങ്ങനെയല്ല, ഒരു അലറി ചിരിയാണ്. അയ്യോ എടുത്ത് കിണറ്റിലിട്ട് ശിവനേന്ന് വിളിയാണ്. അമ്മാതിരിയാണ് രഞ്ജിനിയുടെ ആ ഒരു അലവലാതി ചിരി. പിന്നെ ലെമൺ കുറച്ച് 2 കയ്യിലും നഖമൊക്കെ വളർത്തി. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാല്ല, ആകെ 1000-ഓളം വരുന്ന ട്രാൻസ്ജെൻഡേഴ്സാണ് ഇത്രയും കോടി ജനങ്ങൾക്കിടയിലുള്ളത്. നിങ്ങൾ ഈ ഒരു ഷോ ജനകീയമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസുകളെ കൊണ്ടുവന്ന് അവിടെ കുത്തി നിറയ്ക്കാതിരിക്കൂ ദയവ് ചെയ്തിട്ട്. അവരിരുന്നോട്ടെ, അവർ ജീവിച്ചോട്ടെ, അവർ വേണ്ടാന്ന് ആരും പറയുന്നില്ല. ബട്ട് വി ആർ ഫെഡ് അപ്പ്
നിങ്ങൾ മറ്റുള്ള ബിഗ് ബോസുകൾ നോക്കി, എവിടെയാണ് ഇങ്ങനെ ഒരു തള്ളിക്കയറ്റം ഉള്ളത്? ഇത് എന്താ ബിഗ് ബോസ് മൊത്തം ഇവർ ഹയറായോ? ഇവറ്റകളെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ പാടില്ല. ഇങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെയും ഈ രീതിയിൽ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവരുടെ ബിഗ് ബോസിൻ്റെ ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം മുഴുക്ക ഈ വിഭാഗക്കാരാണെന്നാണ്. അവർ മിക്കവാറും യൂട്യൂബൊക്കെ അവർ കയ്യേറിയേക്കുന്നത്, സോഷ്യൽ മീഡിയ അവർ കയ്യേറിയേക്കുന്നത്. ഫേസ്ബുക്കിലും കുറേ എണ്ണം ഉണ്ട്, യൂട്യൂബിലും കുറേ എണ്ണം ഉണ്ട്, ഇൻസ്റ്റയിൽ പിന്നെ ഇതുങ്ങളെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ. മോശ വർത്താനവും വൃത്തികെട്ട ഹാബിറ്റുള്ള കുറേ വൃത്തികേട് സാധനങ്ങൾ. ഇതുങ്ങളെ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യണത് എന്തിനാണ് എന്തോ. അവർക്ക് പൊതുസമൂഹത്തിൽ അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ അതിൽ നിന്ന് ചൂസ് ചെയ്ത് ബെറ്റർ ഒന്നെ നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കും. ഈ ചവറുകളെ കൊണ്ടുവന്ന് കാണിക്കാതിരിക്കും, പോൺ മണി പോലത്തുള്ള സാധനങ്ങളെ കൊണ്ടുവരാതിരിക്കും. അതേപോലെ ഈ പറയുന്ന റിയാസ് ഈ ഒരു നാഷണൽ വേസ്റ്റാണ് ആ ചെറുക്കൻ. എന്തിനാണ് അതിനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നിട്ട് ഇത് ചെയ്യുന്നതെന്ന് ഒക്കെ മനസ്സിലായിട്ടില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ റിയാക്ഷനൊക്കെ ഇങ്ങനെയായിരിക്കും. ശിവൻ അറിയാൻ ഇനി എന്ത് നടക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയുക. കൂടുതൽ വിശേഷങ്ങൾ ഇന്നത്തത് ഇനിയുള്ളത് നമ്മൾ കാണണം. കാരണം റിവ്യൂ ഏകദേശം ലൈനിലേക്ക് വരേണ്ട സമയമായി കഴിഞ്ഞു. ഓൾമോസ്റ്റ് 12 പേരായല്ലോ. ഇതിൽ നിന്ന് എന്തായാലും ഒരു 4 പേര് വരും. നമുക്കിതൊക്കെ ഒരാഴ്ചയൊന്നും കുത്തിയിരുന്ന് കണ്ട നിമിഷം കൊണ്ട് നമുക്ക് ആളുകളെ ഫേസ് സൈക്കോളജിയിൽ നമ്മൾ അപ്പോഴേ ക്യാച്ചപ്പ് ചെയ്യും. സോ ദാറ്റ്സ് വൈ 2 ദിവസം കാണാതെ 3-ാമത്തെ ദിവസം തന്നെ ഞാൻ കാര്യം പറഞ്ഞില്ലേ, അതാണ് ചില നേരം എൻ്റെ ബ്രെയിൻ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പം ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അത് കുറയ്ക്കണമോ കൂട്ടണമോ, ആ ടോൺ ശരിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയണോ അങ്ങനെ പറയണോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം. കൂടെ ഹൈപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നില്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹൈപ്പ് ചെയ്യൂ പ്ലീസ്. താങ്ക് യു സോ മച്ച്.